ഞാൻ ഒരിക്കലും പ്രൈസ് നേടിയിട്ടല്ല അത് നിൽക്കുന്ന ഓരോ ദിവസവും സ്ക്രീൻ സ്പേസ് എനിക്ക് തന്നെ ആയിരിക്കുള്ള പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു. അതവിടെ വരികയും ചെയ്തു. പക്ഷേ എനിക്ക് പ്രൈസിന് നോക്കി ഞാൻ പോയിട്ടില്ലായിരുന്നു അവിടെ. അപ്പോൾ ഈ രണ്ട് തലത്തിലും നമുക്ക് ഒരു കാര്യത്തെ ഇതാക്കാം. പ്രൈസ് മാത്രം നോക്കി പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് ദുഃഖം ഉണ്ടായില്ല. എനിക്ക് ഒരിക്കലും ദുഃഖമില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ഒരു കാര്യം ഇപ്പോൾ ഒരു സിനിമയിൽ വിളിച്ചു, ഞാൻ രണ്ടും ചിന്തിക്കും എപ്പോഴും. ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഇത് എഡിറ്റ് ചെയ്താൽ ചിലപ്പം പോകാം, ചിലപ്പം പോകാതിരിക്കാം. അപ്പോൾ അങ്ങനൊരു ഈ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരാജയങ്ങളുള്ളത് സത്യത്തിലൊരു അനുഗ്രഹമാണ്. പരാജയങ്ങൾ ഉണ്ടായാലേ അടുത്തൊരു വിജയത്തിനൊരു സുഖമുള്ളൂ. ഒരേ രീതിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിതത്തിനൊരു ത്രില്ലുണ്ടാകുന്നത്? പരാജയങ്ങളും വേണം, വിജയങ്ങളും വേണം. അതെല്ലാം കൂടെ കലരുമ്പോഴല്ലേ ഒരു ജീവിതത്തിനൊരു സുഖമായി നമുക്ക് വളരെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. വിജയിച്ച് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഫ്രീസറിലിട്ട പഴം കണക്കിരിക്കും. മനസ്സിലായി? അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വേണം. അതൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ അതിനൊരു ത്രില്ല്. നമുക്കിപ്പം തന്നെ സംസാരിക്കാൻ, അതായത് ഒരു കണ്ടൻറ്റ് വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായിരിക്കണം, പിന്നെ വിജയങ്ങളുണ്ടാവണം. ഇങ്ങനെയൊക്കെ ഉണ്ടായാലേ നമുക്ക് ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടാവണം. എന്നാലേ കുറേയൊക്കെ പേടികൾ പോലും ഇല്ലാതാകത്തുള്ളൂ. ഇല്ലേ എല്ലാവരെയും പേടിച്ച് ഭയന്ന് എപ്പോഴും വിജയിച്ച് മാത്രം ഇരിക്കുന്നവനൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഒരു ഭയം എപ്പോഴും ഉള്ളിലുണ്ടാവും അവർക്ക്. ഇതങ്ങനെയൊന്നുമില്ല. നമ്മൾ എവിടെ കൊണ്ടിട്ടാലും അല്ലെങ്കിൽ വീണ് പോയാലും നമ്മൾ എവിടെ നിന്ന് ഇഴഞ്ഞ് വരുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. കാരണം പരാജയങ്ങളുണ്ടല്ലോ ഒരുപാട്. പരാജയപ്പെട്ട ഇനി പ്രത്യേകിച്ച് എല്ലാ സ്വർണ്ണ സ്പൂണിലൊന്നും ജനിച്ചതല്ല.